ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണു? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പം ഞാനിവിടെ ഒരു സിമ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക്. അതിനായിട്ട് ഞാൻ 2 മുട്ട, ഫുൾ മുട്ട തട്ടി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം ഞാൻ എടുക്കുന്ന സ്പൂണ്, മെഷറിംഗ് സ്പൂണ് എന്ന് പറയുന്നത്, ഒരു ഫുൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരു കപ്പ് എന്ന് പറയുന്നത് 100 ml ആണ്. അപ്പം ഞാൻ ഒരു ഫുൾ കപ്പ് ഷുഗർ എടുത്തു. അതിനുശേഷം അത് ഈ എഗ്ഗുമായിട്ട് നന്നായി ബീറ്റ് ചെയ്ത്, ഞാനിവിടെ ഒരു ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായി മിക്സ് ആവണം എന്നേ ഉള്ളൂ. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ്, അതായത് 50 ml ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതും നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചു. അതിനുശേഷം ബേക്കിംഗ് സോഡ ഞാനൊരു പിഞ്ച് ഇട്ടു. അതിനുശേഷം ഒരു പിഞ്ച് പൈനാപ്പിൾ എസൻസും ഒഴിച്ചു. പൈനാപ്പിൾ എസൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, വാനില എസൻസ് യൂസ് ചെയ്യുന്നില്ല. 2 ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ഞാൻ യൂസ് ചെയ്തിരുന്നേ. അതിനുശേഷം അത് നന്നായി ബീറ്റ് ചെയ്ത് നന്നായി യോജിച്ചതിന് ശേഷം അതിലോട്ട് ഞാൻ 2 കപ്പ്, അതായത് 200 ml, 100 ml 2 കപ്സ്, ഓക്കെ, 2 കപ്സ് നമ്മുടെ മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തു. നന്നായി മിക്സ് ചെയ്തു. ഞാൻ ഇനി ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ലെമൺ ജ്യൂസ് ഒരു 2 സ്പൂണ്, ഓക്കെ, 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കേക്ക് ബൗള് നന്നായി ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലൊരു ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് നമ്മളുടെ മിക്സ്ചർ ഞാൻ അതിലേക്ക് പോർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനത് ടാപ്പ് ചെയ്തു 2 തവണ. എന്നിട്ട് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തായിരുന്നേ, 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തായിരുന്നു. അതിലോട്ട് ഞാൻ വെച്ച് കൊടുത്തു. അതിന് മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂ ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരുന്നേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആൽമണ്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാവേ. ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് 45 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കാണ്. നമ്മൾ ഓവറായിട്ട് ഒന്നും തന്നെ, അതായത് ബട്ടറോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. 50 ml ഓഫ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.